ഇൻസ്റ്റയിൽ കണ്ട ഒരു പുതിയ മേക്കപ്പ് ട്രെൻഡാണ്. സോ ഇവിടെ ഞാൻ ഇത്തിരി കൺസീലർ ഇങ്ങനെ നമ്മുടെ പാം ലൈൻസ് അനുസരിച്ച് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാൻ ഒരു റെഡ് കളർ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ കറക്റ്റ് നമ്മുടെ പാമിൻ്റെ ലൈൻസ് അനുസരിച്ച് ഈ പോർഷനിൽ ഞാനൊരു ബ്രൗൺ കളർ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഐഡിയ ദിസ് ഇസ് ഫോർ കൺസീലിംഗ്, ദിസ് ഇസ് ഫോർ ബ്ലഷ് ആൻഡ് ദിസ് ഇസ് ഫോർ കോൺടൂർ. ഇനി ഞാൻ എൻ്റെ ഹാൻഡ് എൻ്റെ പാം ഇങ്ങനെ പ്രസ് ചെയ്യുകയാണ്. സോ അക്കോർഡിംഗ് ടു മൈ പാം ലൈൻസ് കൺസീലർ ലൈൻ മുകളിലും ബ്ലഷ് ലൈൻ താഴെയും കോൺടൂർ ലൈൻ കുറച്ചുകൂടെ താഴെയായിട്ട് വരും. ഇങ്ങനെ ഇരിക്കും കണ്ട. ഇനി ഇതൊന്ന് ബ്ലെൻഡ് ചെയ്ത് നോക്കട്ടെ. എനിക്ക് വലിയ വ്യത്യാസം തോന്നുന്നില്ല. ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന പ്രോഡക്ട്സിൻ്റെ കുഴപ്പമാണോ? ഇവിടെ ഇച്ചിരി കൂടെ ബെറ്റർ ആയിട്ടുണ്ട് അല്ലേ? ഇവിടെ ഞാനൊന്നും ചെയ്തിട്ടില്ല. നേരെയില്ലാത്ത നേരത്ത് പോകാൻ നോക്കാതെ ഇങ്ങനെ കൊറിയനും മറ്റേ ഹാക്കും ട്രൈ ചെയ്ത് തന്നെ വേണം പറയാൻ. മോനെ സ്കൈ, നിൻ്റെ അഭിപ്രായം എന്താ? നിനക്കൊരു അഭിപ്രായം ഇല്ല അല്ലേ? അല്ലെങ്കിൽ നിനക്ക് മമ്മിയുടെ ഓരോ മേക്കപ്പ് ഹാക്സിൻ്റെ കാര്യത്തിൽ വലിയ പുച്ഛ. അവന് വരെ ബോറടിച്ചു. ഗുണപാഠം: അവനവന് യോജിക്കാത്തത് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടൂടെ? ലൈഫിലും ഇതുപോലെയൊക്കെ തന്നെയാന്നേ. നമ്മൾ ചേരാത്തതാണ് എന്നെങ്ങനെ മനസ്സിലാക്കി? ചില പ്രോഡക്റ്റ്സ് എടുത്ത് വാരി തേച്ചപ്പോൾ മനസ്സിലായി അത് ചേരില്ല എന്ന്. അതുപോലെയാണ് ജീവിതത്തിലോട്ട് കടന്നു വരുന്ന ചിലർ. നമ്മളെ വേദനിപ്പിച്ച് കടന്നു പോയവരോട് ആക്ച്വലി താങ്ക്സ് പറയണം. ദേ ഹെൽപ് യു ഗ്രോ. ഗുരു നാഗസൈരന്ധ്രി ദേവി പറഞ്ഞതുപോലെ ചതിയും വഞ്ചനയൊക്കെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അതായത് നമ്മൾ പോയി ചതിക്കണമെന്നല്ല, നമുക്ക് പണി കിട്ടിയിരിക്കണം, എന്നാലേ നമ്മൾ വളരും. എനിക്ക് അത് കറക്റ്റായിട്ടാണ് തോന്നിയത് കേട്ടോ. ദർ ഇസ് എ റീസൺ വൈ പീപ്പിൾ കം ഇൻ ടു യുവർ ലൈഫ്. നമ്മൾ ഏറ്റവും നല്ല ഫ്രണ്ട് എന്നോർത്ത് വിശ്വസിച്ച ഒരാളായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ തേച്ച് പോയൊരു ലവറായിരിക്കാം, അല്ലെങ്കിൽ ഇത്രയും നാളോ നല്ലൊരാൾ എന്ന് മനസ്സിൽ നമ്മളൊരു പൂജാ വിഗ്രഹം പോലെ കൊണ്ടു കിടന്ന ഒരു ആളായിരിക്കാം. സോ വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മൾക്കിട്ട് അവർ പണി നിന്ന് പോയെങ്കിൽ നല്ല കാര്യം. ഓക്കെ, പിന്നെ ഒട്ടും വിഷമിക്കണ്ട. ഞാനൊരു മണ്ടനായതോ കൊണ്ടല്ലേ ഇതൊക്കെ സംഭവിച്ചത്. ബുദ്ധിയുള്ള ഒരാൾക്ക് ഇത് സംഭവിക്കുമായിരുന്നു? ഇല്ല, എല്ലാവർക്കും സംഭവിക്കും. സോ ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. ഒരുപാട് വലിച്ചു നീട്ടി ഞാൻ ഉപദേശങ്ങളൊന്നും ബോറാക്കുന്നില്ല. ജീവിതത്തിൽ ഞാൻ പഠിച്ച ചില കാര്യങ്ങൾ അത് ഒരു ഫിൽറ്റർ ഇല്ലാതെ നിങ്ങളോട് അവതരിപ്പിക്കുക, അത്രയേ ഉള്ളൂ. ഓക്കെ, സോ എൻ്റെ പേര് വിനി. ഈ ചാനലിൻ്റെ പേര് ബാലാജി ബഹുമതി. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ ചെയ്യണം. സോ താങ്ക് യു, ടേക്ക് കെയർ.